സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുക്കണം എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാമെന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ ഇന്ന് കാണിച്ചു തരാം. വണ്ടി ഹ്യുണ്ടായി സൊനാട്ടയാണ്. ഈ വണ്ടി കസ്റ്റമർ എടുത്തിട്ട് കുറച്ച് കാലമായി. അപ്പം എടുക്കുന്ന സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം, നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ വരുന്ന കൺട്രോൾ സ്വിച്ച് അതിൽ ഒരു സെക്ഷൻ മാത്രം വർക്ക് ചെയ്യുന്നില്ല. വോളിയം, അതേപോലെ നമ്മൾ സീക്ക്, അങ്ങനത്തെ മോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും, കോളിംഗ് ബട്ടൺ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണ് കംപ്ലൈൻ്റ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു സംഗതി കണ്ടത്. ഈ ഹോൺ പാഡിൽ വരുന്ന എയർ ബാഗ് ക്യാൻസൽ ചെയ്ത് വിട്ടിട്ടാണുള്ളത്. അത് ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ക്യാൻസലിംഗ് ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്, അതിൻ്റെ വയറിങ്ങേ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. വണ്ടി ആക്സിഡൻ്റ് ആയ വണ്ടിയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അവർക്ക് ആ കണക്ടർ എയർ ബാഗിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ വയറിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു സംശയം, അപ്പോൾ എന്തുകൊണ്ടാണ് വാർണിംഗ് ലൈറ്റ് മീറ്ററിൽ കാണിക്കാത്തതെന്നുള്ളത്. സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ കീ ഓൺ ആക്കുമ്പം എല്ലാ വാർണിംഗ് ലൈറ്റുകളും വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാ വാർണിംഗ് ലൈറ്റുകളും പോവുകയും ചെയ്യണം. അങ്ങനെയാണ് സാധാരണ എല്ലാ വണ്ടികളും ഉണ്ട്. ഇതിലും എല്ലാ വാർണിംഗ് ലൈറ്റുകളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പോയിട്ടുമുണ്ട്. ഇനിയാണ് രസം, ഞങ്ങൾ സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തപ്പോൾ തന്നെ അതിനകത്ത് ക്രാഷ് റെക്കോർഡ് ഹിസ്റ്ററിയിൽ കിടപ്പുണ്ട്. മാത്രമല്ല ഫ്രണ്ട് ഇമ്പാക്ട് സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഫ്രണ്ട് സൈഡാണ് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുള്ളത് ഇതിനു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡ്രൈവർ സൈഡിലെയും പാസഞ്ചർ സൈഡിലെയും എയർ ബാഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ജാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ഉഡായിപ്പിൽ റെഡിയാക്കിയിട്ടാണ് ഈ വണ്ടി നമ്മുടെ ഈ കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ളത്. ആൾ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാവരും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് പോയി വണ്ടിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. വാർണിംഗ് ലൈറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെയാണ് ഈ വണ്ടി ആളെടുത്തത്. എന്തുകൊണ്ടാണ് വാർണിംഗ് ലൈറ്റ് ഷോ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, മീറ്ററിനുള്ളിൽ എന്തോ ഉഡായിപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വാർണിംഗ് ലൈറ്റ് കത്താത്തത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പറയണത്, നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വണ്ടികളെക്കുറിച്ച് അറിയുന്നതും അതേപോലെ ഈ സ്കാനിങ് ടൂൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരും അതുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് ജസ്റ്റ് സ്കാനിങ് ടൂളൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നല്ല ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ പറ്റിക്കപ്പെടും.